വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓലക്കൊടിയൻ മീനാണ് കേട്ടോ, ഓലക്കൊടിയൻ. അപ്പോൾ അത് കറി വെക്കാനായിട്ട് പോവാണ്. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് കണ്ടാലോ. പിന്നെ പാടത്ത് കുറുക്കൻ വനുണ്ടെന്ന് കേട്ടു. അപ്പോൾ മീൻകറിയൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കിയിട്ടൊന്ന് പാടത്തേക്ക് പോകണം കുറുക്കനെ കാണാൻ. മീൻകറി ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ പറയണില്ല, ജസ്റ്റ് ഒന്ന് കാട്ടുന്നേ ഉള്ളൂ. കാരണം വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടതാണ്, എങ്ങനെയാണ് ഞാൻ മീൻകറി വെക്കുന്നതെന്നുള്ളത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മീൻകറി കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് കയറി കണ്ടു വെക്കുക. അങ്ങനെ മീൻകറി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പണികളും കൂടി ഉണ്ട്. ടെറസിൽ കയറിയിട്ട് തുണി എടുക്കാൻ പോകണം. അപ്പോൾ തുണിയും കൂടി എടുത്തിട്ട് വരാം. എന്തൊക്കെ പറഞ്ഞാലും ടെറസിൽ കയറിയിട്ട് അപ്പുറവും ഇപ്പുറമൊക്കെ നോക്കുമ്പോൾ എല്ലാം കണ്ണിൽ നല്ല കുളിർമ വരുന്ന കാഴ്ചകളാണ് കേട്ടോ. അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും കുറേ കുഞ്ഞു കുഞ്ഞു കിടാവ് പശുക്കൾ, പിന്നെ നേരെ നോക്കിക്കഴിഞ്ഞാൽ പാടം, പിന്നെ അപ്പുറത്ത് നോക്കിയാൽ റബ്ബർ തോട്ടം, ഇപ്പുറത്ത് നോക്കിയാൽ പാടം കാണാം. അങ്ങനെ നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ടെറസിൽ കയറിയാൽ കാണാൻ പറ്റണത്. പിന്നെ ഇത് ഞാൻ നട്ടിട്ടുള്ള കറ്റാർവാഴ ചെടിയാണ്, കറ്റാർവാഴ. പിന്നെ പെട്ടെന്ന് ഒരു അനക്കം കേട്ടിട്ടാണ് ഞാൻ ഇപ്പുറത്തേക്ക് ക്യാമറ തിരിച്ചത്. കാരണം നോക്കിയപ്പോഴത്തേക്ക് ഒരു ഓന്ത്, ഞാൻ അത് പാമ്പാണെന്നാണ് കേട്ടോ വിചാരിച്ചത്. കാരണം മഞ്ഞച്ചേരയില്ലേ, മഞ്ഞച്ചേരയൊക്കെ ടെറസിലൊക്കെ കയറൂട്ടാ. അതെങ്ങനെ കയറണം എന്ന് വെച്ചാൽ മുരിങ്ങയുടെ മരം ഇങ്ങനെ ടെറസിൽ ഇങ്ങനെ ചേർന്നയക്കണേ, പിന്നെ മാവ് ചേർന്നയക്കണേ, അതിൽ കൂടിയൊക്കെ ആയിരിക്കും കയറണേ. അപ്പോൾ തുണി അങ്ങനെ എടുത്തിട്ട് വന്നു. എന്നിട്ട് അതും മടക്കി വെച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് മറിയണുണ്ടായിരുന്നു. നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് മീനൊക്കെ വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഫൈനൽ ടച്ചപ്പിലാണ് ഇപ്പം നമ്മൾ കടന്നിരിക്കുന്നത്. അവസാനമായിട്ട് മീൻകറി ഇറക്കണേക്ക് തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ചുറ്റിച്ചൊന്ന് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മളിനി എന്ത് ചെയ്യും, അടച്ച് വെക്കും. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും കൂടി തിളപ്പിക്കാനായിട്ട് വെച്ചു വിട്ടാൽ ഞാൻ പട്ട ഇട്ടിട്ടേക്കണം. 2 കണ്ണ് പോലെ കാണില്ലേ, അത് കുഞ്ഞി കഷ്ണം 2 പട്ട ഇട്ടിട്ടേക്കണത്. ചിലപ്പോൾ കരഗ്രാമ്പൂ ഇടും, ചിലപ്പോൾ പട്ട ഇടും, ചിലപ്പോൾ ഇത് ഇഞ്ചി ഇടും, ചിലപ്പോൾ മറ്റേ ദാഹശമനിയ ദാഹമുക്തി അങ്ങനെ സംഭവമില്ലേ അതിടും, ഇല്ലെങ്കിൽ പനിക്കൂർക്കയോ തുളസിയോ എന്തെങ്കിലുമൊക്കെ മാറ്റി മറിച്ചൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വെള്ളം തിളപ്പിക്കാറ്. ചുമ്മാ വെള്ളം തിളപ്പിച്ച് ആരും കുടിക്കൂല. അങ്ങനെ മീൻകറി സെറ്റായി, നമ്മുടെ കുടിവെള്ളം സെറ്റായിക്കൊണ്ടിരിക്കണു. അപ്പം അരി കഴുകിയിട്ട് ചോറിനിടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ചോറിന് ഇട്ടു, ചൂടുവെള്ളത്തിലാണ് അരി കഴുകിയിടണത്. അങ്ങനെ കുക്കറിലാണ്. അപ്പോൾ ഇനി നമുക്ക് മെയിനായിട്ട് പൊന്നൂസിനും യുവക്കുട്ടിക്കും വൈകുന്നേരം കൊടുക്കാനുള്ള ഏത്തപ്പഴം പുഴുങ്ങണം. അതായത് ആവിയാണ് ഞാൻ കയറ്റണത്. അത് ഈ ഇഡ്ഡലി പാത്രത്തിലാണ്. എത്രയും വേഗം ആവി കയറ്റിട്ട് വേണം ഈ പാത്രം നമുക്ക് കാലിയാക്കി എടുക്കാൻ. കാരണം കുക്കറിൻ്റെ വിസിലൊക്കെ അടിച്ച് അതിൻ്റെ ഇറക്കം പോയി കഴിയുമ്പോൾ ചോറ് കോരുന്നത് ഇതിലോട്ടാണ്, ഈ ഇഡ്ഡലി പാത്രത്തിലോട്ടാണ്. അപ്പോൾ എത്രയും വേഗം നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോൾ ഞാൻ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ട് റൂമിലേക്കൊന്ന് വന്നു. പിള്ളേർ എന്തെടുക്കണമെന്നൊക്കെ ഇടയ്ക്ക് നോക്കണമല്ലോ. അപ്പോൾ പിള്ളേർ നേരെ കളിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് അവർ അത് കളിക്കാനൊക്കെ ആയിട്ട് എടുത്ത് തരാനാണ് ചെയ്യണത്. കുറച്ച് നേരം ഞാൻ പിള്ളേരോടൊപ്പം കളിച്ചിട്ട് വീണ്ടും അടുക്കളയിലോട്ട് വന്നു. നമ്മുടെ ഏത്തപ്പഴം എന്തായി എന്നൊന്ന് കാണണമല്ലോ. അപ്പോൾ അതാ കണ്ടോ, ആവിയേറ്റി എടുക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ്. വെള്ളത്തിലിട്ട് ഒരിക്കലും പുഴുങ്ങരുത് ഏത്തപ്പഴം. എപ്പോഴും ഇതുപോലെ നമുക്ക് ആവിയേറ്റി എടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അതും ഓവറായിട്ട് പഴുത്ത് പോകാത്ത പഴം എടുക്കണം. അപ്പോൾ ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഏത്തപ്പഴം നമുക്ക് ആവിയേറ്റി എടുത്തിട്ടുണ്ട്, അത് മാറ്റി വെച്ചു. എന്നിട്ട് പാത്രമൊക്കെ ഒന്ന് കഴുകി ചോറും കൂടി അങ്ങോട്ട് കുക്കറിൻ്റെ വിസിലൊക്കെ പോയപ്പോഴത്തേക്കും ചോറും കോരി വെച്ചു. മീൻകറി ചട്ടിയിൽ നിന്ന് എടുത്ത് വേറൊരു പാത്രത്തിലോട്ടാക്കി വെച്ചു. എന്നിട്ട് ആ ചട്ടിയൊക്കെ അങ്ങോട്ട് ഇനി കഴുകണം. അപ്പോൾ മീൻകറി സെറ്റായി, നമ്മുടെ ചോറും സെറ്റായി. കുത്തരി ചോറാണേ. അപ്പോൾ ചോറും സെറ്റായി. ഇത് നമ്മുടെ കുടിവെള്ളവും സെറ്റായി. അതിനുശേഷം നമ്മളിനി യുവക്കുട്ടിക്കും പൊന്നൂസിനും ബനാന കൊടുക്കാൻ വേണ്ടി പോവാണ്. ആവിയേറ്റിയ ഏത്തപ്പഴം. അഥവാ നിങ്ങൾ പിള്ളേർക്കൊക്കെ ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കുകയാണെങ്കിൽ തന്നെ ചെറു ചൂടോടെയൊക്കെ തന്നെ കൊടുക്കണം കേട്ടോ. തണുത്ത് പോയതൊക്കെ ആണെങ്കിൽ കഴിക്കാനൊക്കെ ആയിട്ട് ഇപ്പം നമുക്കാണെങ്കിലും പ്രയാസമല്ലേ. ഏത്തപ്പഴം തണുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തിന്നാനും തോന്നാറില്ല ആവിയേറ്റിയത്. അപ്പോൾ ചെറു ചൂടോടെ കഴിക്കുമ്പോൾ വെറുതെ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ചെറു ചൂടോടെയൊക്കെ കൊടുത്താൽ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവർ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും. അതിനുശേഷം കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. നമ്മൾ മീൻകറി ഉണ്ടാക്കിയതും ചോറ് വെച്ചതും പിന്നെ പഴം തിന്നതുമായ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും കൂടി അങ്ങോട്ട് കഴുകി വെച്ചു. അങ്ങനെ വീട്ടിലെ സകല പണികളും തീർത്തിട്ട് ഞങ്ങൾ 3 പേരും കുളിച്ച് ഫ്രഷായി. സന്ധ്യയൊക്കെ ആകാറായപ്പോഴത്തേക്കും ഞങ്ങൾ കടയിലോട്ടൊന്ന് പോവുകയാണ്. അപ്പോൾ വീടിനടുത്തുള്ള ചേച്ചി ഇങ്ങനെ പുല്ലൊക്കെ അതൊക്കെ ചെത്തണമായിരുന്നു കേട്ടോ പശുവിന് കൊടുക്കാനായിട്ട്. അപ്പോൾ യുവക്കുട്ടീനെയും പൊന്നൂസിനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കയറ്റം കയറി ഞങ്ങളങ്ങനെ കുരിശുപള്ളിയുടെ അവിടെ എത്തി. ഇതാണ് ഞങ്ങളുടെ കുരിശുപള്ളി. എന്നിട്ട് അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും നല്ല മഴക്കാർ ഇരുട്ട് കുത്തിയിരിക്കണം കേട്ടോ.
ഭയങ്കര രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതിപ്പം മഴ പെയ്യും എന്ന രീതിയിലാണ് അവരുടെ ഇരുട്ട് കുത്തിയിരുന്ന് വെച്ചത്. പിന്നെ നമുക്ക് നിഴൽ പോലെ നമ്മുടെ മാമ്പഴമൊക്കെ കാണാം കേട്ടോ. മാമ്പഴം അല്ല, പച്ചമാങ്ങ കാണാം. നല്ല മഴക്കാറായിരുന്നു. ഞാനോർത്ത് ഇപ്പം മഴ പെയ്യും, ദൈവമേ പാതിക്ക് ചൂടിപ്പോയേണ്ടി ഒരു കുടയും എടുത്തിട്ടില്ല. ഇങ്ങോട്ട് നോക്കിയപ്പോഴാണെങ്കിൽ മുട്ടം വെയിൽ പോലെ. എന്ത് പറയാൻ. അങ്ങനെ ഞങ്ങൾ നടന്ന് കടയിലോട്ട് എത്തി. ഇത് കണ്ടോ നിങ്ങൾ? ഇതെന്ത് സാധനമാണെന്ന് പറയാമോ? അധികം ആലോചിച്ച് വെറുതെ സമയം കളയണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇതാ ചേട്ടനോട് ചോദിച്ചപ്പോഴത്തേക്ക് ആ ചേട്ടൻ പറഞ്ഞത് ചൊരക്കയില്ലേ, ചൊരക്കാന്നാണ് പറഞ്ഞത്. ഇപ്പം എത്ര പേർക്ക് അറിയായിരുന്നു അത് ചൊരക്കയായിരുന്നു? സത്യം പറയണം. അങ്ങനെ ഞങ്ങൾ കടയിലോട്ട് കയറി അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ നേരെ ഓടിപ്പോണത് എങ്ങാട്ടെന്നറിയോ? പാടത്തേക്കാണ്. കാരണം ഒരു ചേച്ചി, അത് വീടിനടുത്തുള്ള ചേച്ചി പറഞ്ഞു, ഇതേ പാടത്ത് കുറുക്കനൊക്കെ വരണ്ട്, കാണണമെങ്കിൽ വാന്ന് പറഞ്ഞു. ഞങ്ങളെ കണ്ടത് പശു ഓടിപ്പോയി. എന്തിനാണാവോ? പശുവിനെ കണ്ട് ഞങ്ങൾക്കാണ് പേടി. പശു അങ്ങോട്ട് ഓടിപ്പോയി, കയറൂരി വിട്ടങ്ങനെ ഇരുന്നിട്ട് തന്നെ. അപ്പോൾ ആകാശത്തേക്ക് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് കേട്ടോ പാടം. പക്ഷേ വർഷങ്ങൾ കൂടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ പാടത്തോട്ട് വരണത്. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വരാറുള്ളൂ. കാരണം പാമ്പൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. പാമ്പിൻ്റെ ശല്യമൊക്കെ അങ്ങോട്ടും കിടക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ടാൽ പേടിയാണ്. അപ്പോൾ ആ ചേച്ചി വിളിച്ച ധൈര്യത്തിൽ ആ ചേച്ചിയുടെ കൂടെ ഇങ്ങോട്ട് ഓടിപ്പോകുന്നതാണ് കേട്ടോ. അപ്പോൾ വർഷങ്ങളായിട്ട് വീടിൻ്റെ ബാക്കിൽ തൊട്ടടുത്ത് പാടുണ്ടായിട്ട് വൈകുന്നേരം പോലും ഒന്നും വരാറില്ല ഞങ്ങൾ. സത്യം അതാണ്. കുറേ നാൾ കൂടിയിട്ടാണ് ഇവിടെ ഒന്ന് വന്നത്. അങ്ങനെ കുറുക്കനെ കാണാനുള്ള ആ ഒരു ആഗ്രഹത്തിൽ ഇത് കണ്ട കുറുക്കൻ പോണണ്ട, അത് കുറുക്കനായിരുന്നു. പെട്ടെന്ന് ഞാൻ വേറെ സ്ഥലത്തൊക്കെ വീഡിയോ എടുത്തോണ്ടിരിക്കണായിരുന്നിട്ട്, അപ്പോൾ ഒരു കുറുക്കൻ അങ്ങോട്ട് പേടിച്ച് ഓടിപ്പോണാണ് കണ്ടത്. അത്രേ കാണാൻ പറ്റുള്ളൂ. ആകെ ഒരു കുറുക്കനെ കണ്ടുള്ളൂ. കാരണം ചില സമയത്ത് കൂട്ടം കൂടി ഒരു 5 കുറുക്കൻ അങ്ങനെയൊക്കെ വരുമെന്ന്. ഇപ്പോൾ ഒറ്റക്കായതുകൊണ്ട് അത് ഓടിപ്പോണേന്നാ ചേച്ചി പറഞ്ഞു. അങ്ങനെ മിന്നായം പോലെ ഒന്ന് കുറുക്കനെ കണ്ടു, അല്ലാണ്ട് ക്ലിയർ ആയിട്ടൊന്നും എനിക്കും കാണാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തേനെ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം എന്തായാലും വന്നതല്ലേ, അപ്പോൾ പിള്ളേരായിട്ട് കുറച്ച് നേരം അങ്ങോട്ട് സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരം പാടത്ത് കുറച്ച് റീൽസൊക്കെ എടുത്ത് അങ്ങോട്ട് തകർത്തു. നല്ല വെളുപ്പിനും പാടത്തേക്ക് വരണം. പിന്നെ ഈ സന്ധ്യാസമയമില്ലേ, ആ സമയത്തൊക്കെ പാടത്തേക്ക് വരുമ്പോഴത്തേക്കും നല്ല കാറ്റും നല്ല രസമാണ്. ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ തന്നെ. അപ്പോൾ ഇനി എന്തായാലും പാടത്തേക്ക് ആരെങ്കിലും വന്നെ കാണുമ്പോൾ തന്നെ ഞങ്ങളും കൂടെ വരും. അപ്പോൾ ഇങ്ങനെ പാടത്തൊക്കെ ഇങ്ങനെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ. അപ്പോൾ എത്ര നാളായി നിറ ഇങ്ങോട്ട് വരാൻ കൊതിക്കണം. പക്ഷെ പേടിച്ചിട്ട്, സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട്. പാമ്പുകളുണ്ട്, മഞ്ഞച്ചേര ഉണ്ട്, എന്നാലും ഒന്നും ചെയ്യില്ലെന്നാണ് പറയണത്. എങ്കിലും നമുക്കൊരു പേടി. പിന്നെ മൂർക്കനൊക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ കാണാത്തതുകൊണ്ടാണ്. മൂർക്കൻ, നല്ല സൈസ് പാമ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. കാരണം ഇരുട്ടാവാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് നല്ല കമ്മൽ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ പറിക്കുകയാണ്. അങ്ങനെ കുറച്ച് കമ്മൽ പൂക്കളൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. പോണ വഴി എന്ത് കണ്ടു? വീണ്ടും ഇവക്കുട്ടി ചെമ്പരത്തിപ്പൂ കണ്ടു. ചെമ്പരത്തിപ്പൂ കയറി പിടിച്ചു അങ്ങോട്ട്. അത് വേണമെന്ന് പറഞ്ഞിട്ട് അതും പറിക്കാൻ തുടങ്ങി അവൾ. കാണാൻ സകല സാധനവും പറിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 3 പേരും വീട്ടിലെത്തി. പിന്നെ കുറച്ച് നേരം റീൽസും വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. കുറച്ച് നേരം ഞാൻ പിള്ളേരുടെ ഒപ്പം ഒക്കെ ഇരുന്നു. അതിന് ശേഷം ഒരു 7 മണി കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രാവിലെ ഇട്ടതാണ് ഈ ഉഴുന്നും പച്ചരിയും പിന്നെ ഇച്ചിരി ഉലുവയൊക്കെ ഇട്ടിട്ട് ഇഡ്ഡലിക്കും ദോശയ്ക്കുള്ള ബാറ്റർ തയ്യാറാക്കാനാണ്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചത് രാവിലെ ഇട്ടതാണ്. അപ്പോൾ രാത്രി അങ്ങോട്ട് അരക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങി. കാരണം ഇടിവെട്ടും മഴയൊക്കെയാണ് സന്ധ്യ കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങോട്ട് കൈയോടെ അരച്ചില്ലെങ്കിൽ പിന്നെ കറണ്ട് പോവും. അപ്പോൾ അതിന് മുമ്പ് അരച്ചേക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കുത്തിരിച്ചോറ്, ഫ്രഷ് കുത്തിരിച്ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഈ അരിയും അതായത് പച്ചരിയും ഉഴുന്നും ഉലുവയും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഞാൻ എല്ലാം കൂടി ഒന്നിച്ചാണ് കേട്ടോ വെള്ളത്തിലിങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കാറ്. പിന്നെ ഞാൻ അതായത് പഴയെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് അരച്ച പുളിച്ച ദോശമാവില്ല, അത് ഇച്ചിരി എടുത്ത് വെക്കും. കാരണം പെട്ടെന്ന് പൊങ്ങാനാണ് കേട്ടോ. പെട്ടെന്ന് പൊങ്ങാനല്ല, രാവിലെ ആകുമ്പോൾ പൊങ്ങിയിട്ടുണ്ടാവും ദോശമാവ്. അങ്ങനെ ദോശമാവൊക്കെ അരച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദോശമാവ് പൊങ്ങണമെങ്കിൽ എന്ത് ചെയ്യുക, പഴയ പുളിച്ച ദോശമാവ് എന്ന് വെച്ചാൽ ഓവർ പഴകിയതാവരുത്. ഇതിന് മുമ്പത്തെ ദോശമാവ് ഒരു ഇച്ചിരി ഫ്രിഡ്ജിലെടുത്ത് വെക്കുക, നല്ല അടച്ചുറപ്പായിട്ട് വെക്കുക. എന്നിട്ട് പിന്നെ പുതിയ ദോശമാവ് അരക്കുമ്പോഴത്തേക്കും അതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദോശമാവ് പൊങ്ങി കിട്ടും. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ചിലരുടെ പരാതിയാണ് ദോശമാവ് പൊങ്ങണില്ല എന്നുള്ളത്. അപ്പോൾ ഈ ടിപ്സ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഗായത്രിയുടെ ടിപ്സാണത്. അപ്പം ശരി, ഇനി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. രാത്രി ചോറ് കഴിക്കണം, അതായത് മീൻകറി കൂട്ടി ചോറ് കഴിക്കണം. അപ്പോൾ നിങ്ങളും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണതായിരിക്കും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ആരും കമൻറ്റൊന്നും ചെയ്യണില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ബായ്. പിന്നെ ഇവിടെ ഭയങ്കര മിന്നലൊക്കെ ഉണ്ട് കേട്ടോ. ഇടിവെട്ടി മഴ പെയ്യാൻ പോണേന്നാണ് തോന്നുന്നത്. ചെറുതായിട്ടൊക്കെ മഴ പൊടിയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബായ്. എല്ലാം സേഫായിട്ടിരിക്കും. ബായ്.